അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സബറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. സബർ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ്. സബറിനെ സംബന്ധിച്ചിട്ട് ധാരാളമായി ഖുർആൻ അടക്കം പരാമർശിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക്, ഒരു മുസ്ലിമായ മുഖലിസായ ഒരു ഈമാനുള്ള മനുഷ്യൻ എപ്പോഴും സബറുള്ളവനാകണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു തആല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഏതൊരു വിഷയം, ഞങ്ങൾക്ക് വരുന്ന ബലാലുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, അള്ളാഹിൻ്റെ പരീക്ഷണങ്ങൾ, ഇവകളിലെല്ലാം നല്ല ക്ഷമയും സബറും ഞങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ ക്ഷമയോടുകൂടെ സബറോടുകൂടെ നമ്മുടെ ഇബാദത്തുകളൊക്കെ നാം നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാനിൻ്റെ പകുതിയാണ് ക്ഷമ. ഈമാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ഷമ എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ക്ഷമയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. നാം ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല, പൊരുതികേട് കാണിക്കാൻ പാടില്ല, നാം അവസരമുണ്ടാക്കാൻ പാടില്ല, ക്ഷമയില്ലാത്തവരാകാൻ പാടില്ല. എല്ലാ സമയത്തും പൂർണ്ണാർത്ഥത്തിൽ ക്ഷമയും സമാധാനവും ശാന്തിയുമുള്ളവരാകണം ഓരോ മുഅ്മിനീങ്ങൾ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.